ഇതിലേതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജയത്തിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഭൂരിപക്ഷം ഒന്നും പ്രവചിക്കുക എന്നുള്ളതല്ല, ജയസാധ്യതകളുടെ അടുത്തെത്താനുള്ള ഒരു അന്തരീക്ഷം തൃക്കാക്കരയിലുണ്ട്. തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥി അഖിൽ മാരാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഖില, നാളെ ഈ സമയത്ത് വിധിയറിയാൻ പറ്റും? തീർച്ചയായിട്ടും വിധിയറിയാൻ പറ്റും. ആരുടെ എന്തെന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ 11 മണിക്ക് ശേഷം സംസാരിക്കാം. അഖിലിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ തുടക്കം മുതലേ പ്രതീക്ഷ വയ്ക്കുന്ന ജനങ്ങളിലാണ്. അപ്പം ജനങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്ന ചില കാഴ്ചപ്പാടുകൾ ഞാൻ ചിന്തിക്കുന്ന പോലത്തെ ഒരു ശരിയുടെ രാഷ്ട്രീയമാണെങ്കിൽ തീർച്ചയായിട്ടും തൃക്കാക്കരയിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം എനിക്ക് ആവർത്തിക്കേണ്ടി വരും. അത് മിന്നുന്ന ജയം ഉണ്ടാവും എന്നാണ്. അല്ല, അതല്ല, ഇപ്പം ഈ ജയം തോൽവി എന്നതിനേക്കാൾ ഉപരി ഇപ്പം ഓരോ തെരഞ്ഞെടുപ്പിനെയും ജനം കാണുന്ന ഓരോ രീതിയിലാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ആ സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിത്വം; 2, ഭരണത്തിന് വിരുദ്ധമായി വരുന്ന അനുകൂല അന്തരീക്ഷം; 3, ആ മണ്ഡലത്തിലെ MLAയുടെ ഒരു വിരുദ്ധ വികാരം; 4, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നൊരു ജനത; 5, പുതിയതായിട്ട് ചേർക്കപ്പെട്ട വോട്ടുകൾ. ഇത് കൂടാതെ ഇപ്പം ഒരാൾ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണി പൊതുവായിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമ്പാക്റ്റും കൂടെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിലെ ജയസാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉമാ തോമസിലേക്ക് പോകുന്നതിനെക്കാട്ടിയും കൂടുതലും ഉമാ തോമസ് വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ഈവൻ കോൺഗ്രസിനുള്ളിൽ ഭിന്നതകളുണ്ട്. എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പാളയത്തിൽ പറയണം. ഇപ്പോൾ ഇടതുപക്ഷത്തിന് തോൽവി സംഭവിക്കുമ്പോൾ ഒരു ഉൾപാർട്ടി ജനാധിപത്യം പറഞ്ഞതിന് ശേഷം ഉൾപാർട്ടി വിപ്ലവമായി മാറും. അപ്പോൾ പാർട്ടിക്കുള്ളിലെ വിള്ളലുകളാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജയപരാജയത്തിന് കാരണമാകുന്നത്. ഈ 2 സ്ഥാനാർത്ഥിക്കും ഇതുണ്ട് ഇവിടെ. അതേസമയം BJP 2020 സംബന്ധിച്ച് അല്ലെങ്കിൽ BDJSനെ സംബന്ധിച്ച് അവർ വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും അത് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വോട്ടുകൾ നമുക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ അഡീഷണൽ ഫാക്ടേഴ്സ്, അതായത് നിഷ്പക്ഷർ, പുതിയ വോട്ടേഴ്സ്, ഭരണവിരുദ്ധ വികാരം, MLA വിരുദ്ധ വികാരം, ഇതൊക്കെ അനുകൂലമായി വരാനുള്ളൊരു സാധ്യത ആണെങ്കിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും? അതായത് 1,40,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ പോൾ ചെയ്തത്. അപ്പം ഞാൻ ഇടതുപക്ഷത്തിൽ പലരുമായി സംസാരിച്ചു, എനിക്ക് വ്യക്തിബന്ധമുള്ള പലരുമായി സംസാരിച്ച സമയത്ത് അവർ പ്രതീക്ഷിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 35,000 വോട്ടുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ പറയും 30 കൂട്ടിയാൽ മതി. കാരണം പാർട്ടിക്ക് 27,000 വോട്ടായിരുന്നു ലോക്സഭയിൽ കിട്ടിയ ചിഹ്നത്തിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത്. അതേസമയം ഡോക്ടർ ജോ ജോസഫിന് ഉപതെരഞ്ഞെടുപ്പിൽ 45,000 കിട്ടി. പക്ഷേ ഈ 45,000 എന്ന് പറയുന്നൊരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായിരുന്നു. അപ്പോൾ ഒരു പാർട്ടിയുടെ അടിയുറച്ച വോട്ടെന്ന് പറയാൻ പറ്റില്ല. അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ആത്മാർത്ഥമായി വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഫ്ലാറ്റ് ഉൾപ്പെടെ പ്രവർത്തകർ കയറിയതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അന്ന് ആ വോട്ട് വരുന്നത്. ഇന്ന് പുഷ്പദാസിലേക്ക് എത്തുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പെർഫോമൻസ് വീക്കായിരുന്നു. ഇവിടെ മറ്റുള്ള ചിലർക്ക് സ്ഥാനാർത്ഥിത്വം മോഹമുണ്ടായിരുന്നു, അവരാകുമെന്ന് പ്രതീക്ഷിച്ച പാർട്ടിക്കാരുണ്ടായിരുന്നു. അപ്പം പുറമേ നിന്ന് കൊണ്ടുവന്നൊരു കാൻഡിഡേറ്റ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ വൈകിപ്പോയി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഞാൻ നമ്മുടെ പറച്ചിലല്ല, ഇപ്പോൾ എനിക്കത് ഇത്ര വോട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ പാർട്ടിക്ക് അത്ര ബേസ് ഇവിടെ ഇല്ല. അപ്പം ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന അവരുടെ വോട്ടുകൾ കിഴിച്ചാൽ ബാക്കി വരുന്ന വോട്ടുകൾ എന്തായാലും മൂന്നാമത്തെ ഒരു കക്ഷി എന്ന നിലയിൽ നമ്മളിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നത് 30-35 ഇടയ്ക്ക് വോട്ട് പക്ഷേ ഇടതുപക്ഷത്തിന് കിട്ടിയേക്കാം. 50 മുതൽ 55 വരെ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഈ 2 വോട്ടും കൂടെ കൂട്ടിയാലും പിന്നെയും ഒരു 55,000 വോട്ട് ബാക്കിയുണ്ട്. ഇതിലേതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജയത്തിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഭൂരിപക്ഷം ഒന്നും പ്രവചിക്കുക എന്നുള്ളതല്ല, ജയസാധ്യതകളുടെ അടുത്തെത്താനുള്ള ഒരു അന്തരീക്ഷം തൃക്കാക്കരയിലുണ്ട്. ജയസാധ്യത ജയിച്ചാൽ തന്നെ 5,000-ൽ താഴെ വോട്ടുകൾക്ക് അങ്ങനെ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വോട്ട് കോൺഗ്രസ് പാളയത്തിൽ നിന്നും കുറയണം. ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ദീപ്തി മേരി വർഗീസിൻ്റെ സീറ്റ് നിഷേധം, അതുപോലെ മറ്റു ചില ഫാക്ടേഴ്സൊക്കെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഗ്രൂപ്പ് യോഗം കൂടിയെന്ന് പറയുന്ന ആരോപണങ്ങൾ, ഇങ്ങനെയുള്ള കോൺഗ്രസിനുള്ളിൽ കുറച്ച് ഭിന്നതകളുണ്ട്. ഈ ഭിന്നതകൾ അവർ ഇടതുപക്ഷത്തിനാണോ കൊടുക്കുന്നത്, നമുക്കാണോ കൊടുക്കുന്നത് അറിയത്തില്ല. അപ്പോൾ ആ വോട്ടിനകത്ത് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചേഞ്ചസ് എങ്ങനെ, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞാൽ അത് എന്നിലേക്ക് വരുമോ അതോ ഉമാ തോമസിലേക്ക് പോകുമോ, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. നിലവിൽ 2 രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വിലയിരുത്തുന്ന വോട്ടുകൾ ഇതാണ്. ഈ സ്വിങ് എങ്ങോട്ട് സംഭവിക്കുക എന്നുള്ളതിനകത്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ചില ട്രോളുകളൊക്കെ വന്നിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി. അതൊക്കെ അതെൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ തമാശ രൂപേണല്ലേ ഇപ്പം നമ്മളോട് ഇങ്ങനെ ചില എന്താ പറയുക ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം, ഏതൊരു വകുപ്പ് കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. അതായത് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വകുപ്പ് എന്ന അർത്ഥത്തിലാണ് അതിനെ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഷോ കാണിക്കാന്നുള്ളൊരു വകുപ്പ് ആഭ്യന്തരമോ മറ്റു വകുപ്പുകളാകുമ്പം ഒരു നാടിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന, വരും തലമുറയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ പറ്റുന്ന 2 വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വിദ്യാഭ്യാസം, 2 ആരോഗ്യമാണ്. കാര്യം വിദ്യാഭ്യാസം ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കും. ഈ 2 വകുപ്പും എത്രത്തോളം നശിക്കുന്നു അത്രത്തോളം നാടിൻ്റെ ആരോഗ്യം നശിക്കും, അത്രത്തോളം നാടിൻ്റെ കാഴ്ചപ്പാട് നശിക്കും. അതുകൊണ്ട് ഏത് ഭരണാധികാരി വന്നാലും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട 2 വകുപ്പാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇടക്കിടക്ക് പാർട്ടി മാറുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അടുത്ത തവണ ഈ പാർട്ടിയിലുണ്ടാവും. അല്ല, അത് നിങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഞാൻ 8 വർഷമായിട്ട് സ്വതന്ത്രനാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് പോകണമെന്നില്ല. നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണ്, താങ്കൾക്ക് നിഷ്പക്ഷ അഭിപ്രായമാണ്. അപ്പോൾ താങ്കളുടെ ഇന്ന് രാവിലത്തെ ഒരു അഭിപ്രായമായിരിക്കത്തില്ല താങ്കൾ വൈകിട്ട് പറയുന്നത്. താങ്കളുടെ അഭിപ്രായമല്ല, അതുകൊണ്ടാണ് എൻ്റെ കാര്യം. താങ്കൾ ചിലപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയം കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ താങ്കളുടെ വായിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ താങ്കളെ കുറേ കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് ഒന്ന് ചീത്ത വിളിക്കും. ഈവനിങ്ങിൽ താങ്കൾ അത് മാറ്റി ചിലപ്പം BJPക്ക് പറയും, ചിലപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയും. അപ്പോൾ അത് മാറുന്നത് താങ്കളൊരു നിഷ്പക്ഷൻ ആയതുകൊണ്ടും താങ്കളൊരു വ്യക്തിയായിട്ട് സ്വതന്ത്ര പൗരനായിട്ട് നിൽക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യമാണ്. അതേസമയം ഒരു പാർട്ടി ചേർന്നാൽ താങ്കൾക്കത് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനൊരു സ്വതന്ത്ര പൗരനാണ്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. പല രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലും ഒരു സെലിബ്രിറ്റിയായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞതിന് ശേഷം പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് സത്യം. ഇപ്പോൾ സ്വതന്ത്രനാണ്. ഇപ്പോൾ സ്വതന്ത്രനല്ല. ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. ഞാൻ സ്വതന്ത്രനല്ല. അതുകൊണ്ട് അഭിപ്രായങ്ങൾ സ്വതന്ത്രം. തുടർച്ചയായിട്ട് 2020 തന്നെ ഉണ്ടാവും അടുത്ത തവണയും. അത്തരം ചോദ്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. എല്ലാ കാലവും എല്ലാവരും എല്ലായിടത്തും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദിയോട് നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ച് എല്ലാ കാലവും ശരിപക്ഷം നിൽക്കുക, ജനപക്ഷം നിൽക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനിടയിൽ BJP ആണെന്ന് പറഞ്ഞ് കുറേ ആളുകളൊന്ന് ചീത്ത വിളിക്കാറുണ്ട്. അതൊക്കെ അവരുടെ, ഞാൻ പലപ്പോഴും പറഞ്ഞത് എന്താണ് നമ്മുടെ നാട്ടിൽ മുന്നണി രാഷ്ട്രീയം എന്താണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് സാഹചര്യത്തിലാണ് ഒരു മുന്നണിയിലേക്ക് ചേരുന്നതെന്നും മുന്നണിക്കുള്ളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്താ ചെയ്യുന്നതെന്നും നമ്മുടെ നാട്ടിൽ പലർക്കും ഇപ്പോൾ അറിയുന്നില്ല. അതാണ് കുഴപ്പം. ഇപ്പം പല ആൾക്കാർ എന്നെ ട്രോളുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാൻ BJPയിൽ പോകില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ BJP പോയെന്ന്. ഞാൻ ഇവരോട് ആവർത്തിച്ച് പറയുന്നു, ഞാൻ പോയ രാഷ്ട്രീയ പാർട്ടി 2020 ആണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു സെക്കുലറിസമാണ്, അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഡെവലപ്മെൻറ്റ്സ് ആണ്. അതേസമയം BJPയുടെ ദേശീയ ഹൈന്ദവ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. മറ്റേ മതേതര ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. CPM-നെ സംബന്ധിച്ച് സ്ഥിതി സമത്വവാദം പറഞ്ഞുകൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്നുകൊണ്ട് മതേതരത്വം അവർ ആ രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഇപ്പം എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് CPM BJP ഒന്നിക്കേണ്ടി വരുന്നത്? ആ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ ഒന്നിക്കത്തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതേപോലെ 2020 ഇന്നലകളിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചവർക്ക് ഇവിടെ ഒന്നിക്കത്തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിൽ CPM-ഉം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടി 2020-ക്കെതിരെ സ്വതന്ത്രനെ നിർത്തി മത്സരിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അവരെ ഇല്ലാതാക്കുന്ന ഇപ്പോൾ ആരെ ഇല്ലാതാക്കുകയാണ്? കിഴക്കമ്പലത്തെ ജനതയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ രാജ്യത്ത് ഡെവലപ്മെൻറ്റ്സും രാജ്യത്തെ വിപ്ലവകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഭരണാധികാരിക്കൊപ്പം ചേരാൻ വേണ്ടിയിട്ട് സാബു ജേക്കബ് എടുക്കുന്ന ഒരു തീരുമാനത്തിനകത്ത് വർഗീയത കലർത്തുന്നിടത്തും അല്ലെങ്കിൽ മറ്റ് ദുഷ്ടലാക്ക് കലർത്തുന്നിടത്തുമാണ് അപകടം കിടക്കുന്നത്. എന്തായാലും ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. വിജയിച്ചാൽ തന്നെ 5000 വോട്ടിൽ താഴെയായിരിക്കും തൻ്റെ വിജയമെന്നാണ് അദ്ദേഹം പറയുന്നത്.